ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളെല്ലാവരും ഒന്ന് പൂളിൽ പോകാൻ വേണ്ടിക്ക് ഇറങ്ങിയതാണ് കേട്ടോ, ഫാമിലിയുള്ള. അപ്പോൾ പൂളിലേക്ക് കുളിക്കാൻ പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ അനിയത്തിൻ്റെ വീട്ടിലെത്തി കേട്ടോ, പൂവത്തെ അനിയത്തിൻ്റെ വീട്ടിലെത്തി. അവിടെ നിന്ന് എല്ലാവരും ഒന്നിച്ചാണ് കേട്ടോ പോകുന്നത്. ആലക്കോട് നടുപ്പറമ്പ് എന്ന് പറഞ്ഞ സ്വിമ്മിങ് പൂളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതുവരെ പൂളിൽ നമ്മളായിട്ട് അങ്ങനെ പോയിട്ടില്ല, ഫസ്റ്റാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഫസ്റ്റാണ് കേട്ടോ. പിന്നെ ഫാമിലിയിലെല്ലാവരും ടൂർ പോയപ്പോൾ റിസോർട്ടിലൊക്കെ എടുത്തിട്ട് പോയപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് പൂളിൽ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. മക്കൾക്കൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. മക്കൾക്ക് തുള്ളി കളിക്കാന്ന് പോകുമെന്ന് പറയുമ്പം തന്നെ. പക്ഷേ ഇതുപോലത്തെ റോഡൊക്കെ കാണുമ്പോൾ നല്ല രസമില്ലേ? മലയൊക്കെ നോക്കി ആകാശം മുട്ടിയ പോലെ. തോട് വള്ളിത്തട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല കോടി ഉണ്ടാവും രാവിലെ വന്നു കഴിഞ്ഞാൽ. അത് കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുത്തുണ്ട് കേട്ടോ. ഞാൻ വന്നിട്ടില്ല, അനിയത്തിയും സിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനിയത്തിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. സിനു പോകുമ്പം പറയും എവിടെയാണ് നമ്മൾ കോട കാണാൻ വന്നത്, ചിലപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പം കാണാമായിരിക്കും എന്നൊക്കെ ഇവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വരുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നല്ല വളവും തിരിവൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പോകുമ്പം തന്നെ നല്ല രസമുണ്ട്. പിന്നെ അവിടെ എത്തിയിട്ടാകുമ്പോൾ എന്തായിരിക്കും, എന്താ ഇവിടെയൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയോ? മലയൊക്കെ നോക്കി ആകാശം മുട്ടിയ പോലെ. ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സമയം അവിടെ നിർത്തി കേട്ടോ. വീഡിയോ എടുക്കാനല്ല, കണ്ട് ആസ്വദിക്കാൻ നല്ല രസമുണ്ട്. പിന്നെ നമ്മളിനി ഇപ്പോൾ ആ ഭാഗത്തേക്ക് ഇനി എപ്പോഴാണ് പോകുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ കുറച്ച് സമയം അവിടെയൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പം മറ്റേ വണ്ടി കാർ രണ്ടും മുന്നിലേക്ക് മുന്നേ പോയിട്ടോ. പിന്നെ അനിയത്തിൻ്റെ മോനുണ്ട് വണ്ടി എടുത്തിട്ടിരുന്നു, സ്കൂട്ടിയിലാണ്. പിന്നെ ശ്യാമും അലയും ഉണ്ട് കേട്ടോ, അവരും സ്കൂട്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ട് ഫ്രണ്ട് ഭാഗം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, അവിടെയൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ബിൽഡിംഗ് ഒക്കെ എടുക്കുകയെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലുതായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടുന്ന് ടിക്കറ്റൊക്കെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത്, മുകളിൽ നിന്ന് തന്നെ എടുക്കേണ്ടത്. അപ്പോൾ അവർ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴേക്ക് കയറുകയാണ് കേട്ടോ. മുകളിൽ ഭാഗം കേട്ടോ പണിയൊക്കെ എടുക്കുന്ന, താഴെ ഭാഗം അങ്ങനെയൊന്നുമില്ല. നല്ല ടർഫുണ്ട്, മക്കൾക്ക് കളിക്കാനെല്ലാം വരുന്നെങ്കിൽ ടർഫുണ്ട്. ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ആയിട്ടോ ടർഫ് കളിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇതൊക്കെ റംബൂട്ടാനാണ് കേട്ടോ, ചെറുതത്ര. വലുതാണെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് അവിടെ നിന്ന് മേടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു. ഇപ്പോൾ പിടിച്ചപാട് അങ്ങനെ ചെറിയൊരു ഭാഗം ചെറുതത്ര കേട്ടോ. നല്ല രസമുണ്ട്. ഒരുപാട് റംബൂട്ടാൻ്റെ തൈയാണ് കേട്ടോ. അവിടെ നിന്നൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇതിൽ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്കുമ്പോൾ അപ്പുറത്തെ റോഡും ഉണ്ട് കേട്ടോ വണ്ടിയൊക്കെ പോകാൻ. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി താഴേക്ക് വന്നിട്ടോ. സൽമ കുട്ടികളൊക്കെ ബോളൊക്കെ കളിക്കുന്നുണ്ട്. സമയം മക്കളൊക്കെ ഇവിടുന്ന് കളിച്ചോട്ടോ. കളിക്കേണ്ട സ്ഥലമുണ്ട്, ഇരുന്നിട്ട് ഇത്ര പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ചുറ്റും സ്റ്റെപ്പൊക്കെ ആയിട്ടാണ് കേട്ടോ. വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ മക്കൾ നിൽക്കില്ലല്ലോ. പിന്നെ ഓരോരാൾ വെള്ളത്തിലിറങ്ങാനും തുടങ്ങി കേട്ടോ. ഒരുപാട് ഫോട്ടോസ് എടുക്കാം. നല്ല നമുക്ക് പ്രൈവറ്റ് പൂളായിട്ട് എടുക്കുക കേട്ടോ. പ്രൈവറ്റ് പൂളായിട്ട് എടുക്കുമ്പോൾ ആരും അങ്ങനെ അവർ കയറ്റൂല. ചുറ്റും അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ കാണില്ല. ചുറ്റൊരു മതിൽ പോലെ ഉണ്ട്. ഉള്ളിലൊരു പ്രൈവറ്റ് തന്നെ ആയിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫാമിലിക്കൊക്കെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സുഖമാണ്. 2-3 പേര് പോകുമ്പോൾ പുറത്തുള്ളവരും കയറ്റുമായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് പ്രൈവറ്റ് പൂൾ എടുത്തതുകൊണ്ട് പുറത്തുള്ളവരാരും ഇല്ല. വലിയ മക്കളൊക്കെ തുള്ളി കേട്ടോ, വെള്ളത്തിലിറങ്ങി. പക്ഷെ ചെറിയ മക്കൾക്ക് പേടി കേട്ടോ. ഫസ്റ്റ് പേടി ഒരാളെ കേൾക്കുമ്പോൾ ഒരാളിങ്ങനെ എല്ലാവരും കാല് മാത്രം നോക്കിയിട്ട് മുകളിലേക്ക് തന്നെ കയറുക കേട്ടോ. പേടിയുണ്ടാണ്. ആസൊക്കെ ഫസ്റ്റ് ഇങ്ങനെ ആസ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആസ പെട്ടെന്ന് വെള്ളത്തിൽ ഇങ്ങനെ ഇതായി പോയപ്പോൾ പിന്നെ അവൻ ഇറങ്ങിയിട്ടേ ഇല്ല കേട്ടോ, എനിക്ക് പേടിച്ചിട്ട്. നല്ല രസമാണ്. ഇടയ്ക്ക് കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നില്ല കയറാൻ. പിന്നെ മക്കളെ കാര്യം പറയാനില്ലല്ലോ. മക്കൾക്കും എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഉപ്പാക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തു. ഉപ്പ ഫസ്റ്റ് ചെയ്യാൻ നമുക്കൊരു പേടിയായിരുന്നു കേട്ടോ. ഇത് എത്രത്തോളം ആഴം ഉണ്ടാവും, നമ്മൾ മുങ്ങിപ്പോവും അങ്ങനെയൊക്കെ. പക്ഷെ 2 സൈഡിലും കുറച്ച് ആയം പോലെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ചവിട്ടിയാൽ നിൽക്കാൻ പറ്റൂല. നടുക്കുള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ മക്കളെല്ലാവരും കൂടി നീന്തൽ മത്സരമാക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആക്കുന്ന കേട്ടോ, കളിക്കുന്നതായിട്ട്. നമ്മളായിട്ട് തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമുക്ക് തന്നെ കളിച്ചിട്ട് മതിയായിട്ടില്ല, ഇറങ്ങിയിട്ട് മതിയായിട്ടില്ല. അപ്പം മക്കൾക്കും കൂടി പറയാനില്ലല്ലോ. മത്സരം വെച്ച സുഹൈൽ ഫസ്റ്റ്, സിനാൻ സെക്കൻഡ്, സുത്തു മൂന്നാമത്, അങ്ങനെയൊക്കെ ആയിട്ട് എത്തി കേട്ടോ. ഷാമളി വന്നിട്ടുണ്ട്. അവർ ലേറ്റ് ആയിട്ടോ വരാൻ. അവർക്ക് വേറെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് വന്നതാണ്. അല്ല, എൻ്റെ പെങ്ങളുടെ വീട്ടിലൊക്കെ പോകാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ടാണ് കേട്ടോ അവർ രണ്ടാളും വന്നേ. അവർ വന്ന ശേഷം അവരും എടുത്തു. അപ്പോഴൊക്കെ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ്. പിന്നെ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ഇവിടെ ഒരാൾക്ക് 100 രൂപ 1 മണിക്കൂറേക്ക്, അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്ക് എല്ലാവരും കൂടി ആകുമ്പോൾ പ്രൈവറ്റ് പൂൾ എടുക്കുന്നതാണെങ്കിൽ 2500 രൂപയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി ആകുമ്പോൾ 2500 രൂപ കറക്റ്റായിരുന്നു കേട്ടോ. 3 വയസ്സിന് മേൽപോട്ടുള്ളവർക്കാണ് കേട്ടോ പൈസ എടുക്കാൻ തുടങ്ങിയത്. അതിന് 3 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടികൾക്ക് എടുക്കില്ല. ഒരാൾക്ക് 100 രൂപ വെച്ചിട്ട് 1 മണിക്കൂറേക്ക്. അങ്ങനെ നമ്മൾ 2 മണിക്കൂറാണ് കേട്ടോ എടുത്തത്. 1 മണിക്കൂറൊക്കെ ഫസ്റ്റ് എടുത്തു. അപ്പോഴൊക്കെയാണ് ഷാമളി വന്നിട്ടുണ്ടായി. പിന്നെ അതുപോലെ തന്നെ മക്കൾക്ക് നമുക്ക് ആർക്കും വിടിഞ്ഞിട്ടില്ല കേട്ടോ. 1 മണിക്കൂറും കൂടി എടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ രണ്ടാമതും അങ്ങനെ 1 മണിക്കൂർ കൂടുതലെടുത്തു. 2 മണിക്കൂർ കേട്ടോ. നമ്മളെല്ലാവരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അനിയത്തിമാരെ ഘട്ടത്തിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ അവർക്കൊന്നും. അങ്ങനെ യൂട്യൂബിലിടുന്ന ഇഷ്ടമല്ല. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ പൊതുവേ ഇടുന്ന ഇഷ്ടമല്ല. പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയത് എടുക്കാൻ പറ്റൂലല്ലോ, ഇടാൻ പറ്റൂലല്ലോ വെച്ചിട്ട് എടുത്തിട്ടില്ല. പിന്നെ അവരൊക്കെ ബോളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ബോളൊക്കെ കളിച്ചു. ഷാമിനും വലയൊക്കെ നീന്താൻ അറിയട്ടോ. വലയൊക്കെ പണ്ടേ പുഴയിലൊക്കെ കളിച്ച് വളർന്ന പോലെയാണ്. അല്ലെങ്കിൽ ഓരോരോ മക്കൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ നീന്തം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇറക്കുന്നുണ്ട്. വെക്കേഷനൊക്കെ കഴിഞ്ഞു, എന്നാലും പറയാണ് ലീവൊക്കെ കിട്ടുന്ന സമയത്ത് മക്കളൊക്കെ ഇതുപോലെ കൂട്ടിയിട്ട് വരിക കേട്ടോ. എൻ്റെ ഫാമിലിക്ക് തന്നെ ഒരു പ്രാവശ്യം പോയിട്ട് വിടിഞ്ഞിട്ടില്ല വെച്ചാൽ ഇനിയും പോകണം എന്നില്ല മൈൻഡ് തന്നെ കേട്ടോ എല്ലാവർക്കും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടിട്ടും പിന്നെ സ്റ്റാറ്റസ് വെച്ചത് കണ്ടിട്ടൊക്കെ എൻ്റെ ഫാമിലിയിൽ നിന്ന് അതെ, പുറത്തുള്ളവരും അതെ, ഒരുപാട് ആൾ ചോദിച്ചിട്ടോ എവിടെ സ്ഥലം. ഫാമിലിയിൽ നിന്ന് എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പം പോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടതിന് ശേഷം ശനി ഞായറൊക്കെ ലീവ് കിട്ടുന്ന സമയത്തൊക്കെ പോകാമല്ലോ മക്കൾക്ക്. സ്കൂൾ മദ്രസൊക്കെ ലീവ് കിട്ടുന്ന സമയത്ത് പോവാം. ഇതുപോലെ മക്കളെയൊക്കെ കൂട്ടിയിട്ട് പോകണം എന്നാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഞങ്ങൾക്ക്. ഫാമിലി ഒത്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ പ്രൈവറ്റ് പൂൾ എടുക്കുന്ന കേട്ടോ ഏറ്റവും സുഖം. പിന്നെ പുറത്തുള്ളവരങ്ങനെ അവർ കയറ്റൂല, പ്രൈവറ്റ് ആയിട്ട് തന്നെ നമുക്ക് മാത്രം കിട്ടും കേട്ടോ. 1 മണിക്കൂറായാലും 2 മണിക്കൂറായാലും. അങ്ങനെ നമ്മളെല്ലാവരും കയറി എല്ലാവരും കുളിച്ച് റെഡിയായി കേട്ടോ. മക്കളൊക്കെ കുളിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് വേറെ വേറെ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്നാക്സ് ചായയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുളിച്ച് കയറിയ ശേഷം മക്കൾക്കൊക്കെ അത് കൊടുത്തു. അങ്ങനെ എല്ലാവരും പോകാൻ ഇറങ്ങി കേട്ടോ. ശരിക്കും നേരെ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. മക്കൾ നേരെ താഴേക്കാണ് ഞങ്ങളെ കൊണ്ടാക്കിയത്. അത് മേലിൽ നിന്നാണെങ്കിൽ നമ്മൾ ഇറങ്ങി വരുന്ന സമയത്തൊക്കെ മൊത്തമായിട്ട് വീഡിയോ എടുക്കായിരുന്നു. ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ താഴെ വെള്ളത്തിൽ ഇറങ്ങിയ ശേഷം പിന്നെ കയറിയിട്ടില്ലല്ലോ. ഫസ്റ്റ് തന്നെ മുകളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് വരണമായിരുന്നു. കയറി പോകുമ്പോൾ കേട്ടോ അതൊക്കെ ചിന്തിക്കുന്നത്. അത് നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോട്ടലുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചുകൂടി അങ്ങോട്ട് എത്തിയിട്ട് അമ്മ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇറങ്ങി കേട്ടോ. ഹോട്ടലിലേക്ക് കയറി വെള്ളത്തിൽ കളിക്കുമ്പോൾ ആർക്കും ഒന്നും ഉണ്ടായില്ല കേട്ടോ. വെള്ളത്തിൽ നിന്ന് കയറുമ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി, ക്ഷീണം തുടങ്ങി, ജലദോഷമായി. നിഷാദിനൊക്കെ നല്ല ജലദോഷമായി. നിഷാദിന് 2 സ്കൂൾ ലീവായിട്ടുണ്ടായിന്. ഫസ്റ്റ് തന്നെ സ്കൂളൊക്കെ ലീവായി കേട്ടോ. പക്ഷെ അതിനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ മേടിച്ചു. മന്തി, പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് എഗ്സ്, എല്ലാവർക്കും ഇഷ്ടമുള്ളത് അങ്ങനെ മേടിച്ചു. ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നമ്മളെല്ലാവരും ഇവിടുന്ന് കേട്ടോ എല്ലാവരും വീട്ടിലേക്ക് പോയി. അത്ര വരെ ബാക്കിൽ മുന്നിലായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷാമ വീട്ടിലേക്ക് വന്നു. അനിയത്തിയുടെ വീട്ടിലേക്ക്, ഏട്ടത്തിൻ്റെ വീട്ടിലേക്ക്. പിന്നെ മറ്റേ അനിയത്തിമാർ 2 അനിയത്തിമാരുണ്ട് കേട്ടോ. ഫാത്തിയും ഖദിജ. അവരവരെ ഫാത്തീൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ കാസർഗോഡേക്ക് അനിയത്തി പിറ്റേന്ന് കേട്ടോ പോയത്. ചൊവ്വാഴ്ചയാണ് അവളെ കാസർഗോഡേക്ക് പോയത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. മാഷാ അല്ലാഹ്. ഇപ്പോൾ പോയ വീഡിയോ എല്ലാവർക്കും ഒരു മെമ്മറിയാണ് കേട്ടോ. ഒരുപാട് ഇഷ്ടമായി. എല്ലാവർക്കായാലും മക്കൾക്കായാലും ഒരുപാട് ഇഷ്ടമായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇരുന്നാൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.